പാവാടയിലാകെ വെള്ളമായി. കൊഞ്ചാതെ വേഗം വരണുണ്ടോ നീയെ? പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പണിക്ക് നിർത്താൻ പാടില്ല അത്രേ. എനിക്കത് ഓർക്കുമ്പോഴാ. അതിനെനിക്ക് പ്രായപൂർത്തി ആയതല്ലേ? ആ പ്രായപൂർത്തിയുടെ കാര്യമല്ല അസത്തെ ഞാൻ പറഞ്ഞത്. 18 വയസ്സ് പൂർത്തിയാകാത്തതാ. ഓ, അതാണ് അത്ര വലിയ കാര്യം. എനിക്ക് 16 വയസ്സില്ലേ, ഒരു 2 വയസ്സിന് കുറവല്ലേ ഉള്ളൂ. അത് സാരല്ലേ. ഉണ്ടാക്കും അമ്മ. ഉണ്ടെങ്കിൽ തന്നെ അത് കൂട്ടിലായിരിക്കും. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കൂ. ഇത് വേണു സാർ തന്നതാണ്. ലക്ഷ്മി എന്നാണല്ലേ പേര്? അതെ. നിങ്ങളുടെ പേരെന്താ? ഗൗരി. ലക്ഷ്മിക്ക് വീട്ടുജോലിയൊക്കെ അറിയാവോ? അറിയാം സാറേ. ഇവൾ കുറച്ചു കാലം വേണു സാറിന്റെ വീട്ടിൽ പണിക്ക് നിന്നിരുന്നു. പാചകമൊക്കെ അത്യാവശ്യത്തിനറിയാം. ശരി, ലക്ഷ്മി ഇവിടെ നിന്നോട്ടെ. മാസം 900 രൂപ ശമ്പളം തരാം. എന്താ പോരെ? മതി സാറേ. എന്നാ ലക്ഷ്മി അകത്തേക്ക് പോയിക്കോളൂ. ശാന്തേച്ചി ഉണ്ടാവും അവിടെ. ഇതാ 1 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വെച്ചോളൂ. ശമ്പളം മാസം മാസം മോളുടെ കയ്യിൽ കൊടുക്കണോ അതോ അങ്ങോട്ട് അയക്കണോ? അവളുടെ കയ്യിൽ കൊടുത്താൽ മതി. ഞാൻ മാസത്തിലൊരിക്കൽ വരാം. കൂട്ടത്തിൽ എനിക്ക് അവളെ ഒന്ന് കാണുകയും ചെയ്യാലോ. എന്താ ചായ കഴിച്ചിട്ട് പോയാ മതി. പിന്നെ വേണുനോട് വിവരങ്ങൾ പറഞ്ഞേക്കും. ലക്ഷ്മിയുടെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അച്ഛനും 2 ചേച്ചിമാരും. അച്ഛനെന്താ പണി? പണിയൊന്നുമില്ല, സുഖമില്ലാണ്ട് വീട്ടിൽ തന്നെയാ. ചേച്ചിമാർ 2 ചായത്തോട്ടത്തിൽ ചപ്പ് നുള്ളാൻ പോവും. പിന്നെ സ്ഥിരമല്ലാത്തോണ്ട് വല്ലപ്പോഴൊക്കെ പണിയില്ലാവൂ. അമ്മ അച്ഛനെ നോക്കി വീട്ടിലിരിക്കും. ഇടയ്ക്ക് അടുത്തുള്ള ആചാര വീട്ടില് പാത്രം കഴുകാനും തുടയ്ക്കാനൊക്കെ പോവും. ശാന്തേച്ചിക്ക് ആരൊക്കെയുണ്ട്? എനിക്കൊരു കെട്ടിയോനും മോളും ഉണ്ട്. കെട്ടിയോനാണെങ്കിൽ ഒരു പണിക്കും പോവാതെ 4 നേരം വിഴുങ്ങാനായിട്ട് സമയത്തിന് വീട്ടിലെത്തും. എൻ്റെ വിധി, അല്ലാതെ എന്തു പറയാനാ. മോള് വളർന്ന് കെട്ടിക്കാനായി. അങ്ങേർക്ക് ആ ഒരു വിചാരവുമില്ല. ഇവിടുത്തെ സാറ് കല്യാണം കഴിച്ചിട്ടില്ല? പിന്നെ സാറിൻ്റെ ഭാര്യ രമ കോഴിക്കോട് പ്രസവത്തിന് പോയതാ. ഞാൻ എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ പോകുന്നതുകൊണ്ട് രാത്രിയിലേക്ക് സാറിനുള്ള ഭക്ഷണം നേരത്തെ തന്നെ വെക്കൽ. ഇനിയിപ്പോൾ ലക്ഷ്മി ഉള്ളത് കൊണ്ട് രാത്രി തന്നെ ഉണ്ടാക്കിയാൽ മതി. ചോറും കറിയൊക്കെ ശരിക്കും ഉണ്ടാക്കാൻ അറിയോ? ഓ, കുറേശ്ശൊക്കെ അറിയാം. സാറിന് എന്തൊക്കെയാ ഇഷ്ടം? ഓ, അങ്ങനെ പ്രത്യേക വിഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ വേണ്ടി വരും, അത് മറക്കണ്ട. ആ രാമ, ചെല്ലൻ ഇന്ന് എവിടെ പോയി? ഓൻ പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയതാ, നാളെ വരുമെന്നാ പറഞ്ഞത്. അവൻ ഇടയ്ക്കിടയ്ക്കൊരു മുങ്ങലാണല്ലോ. നിങ്ങൾ 3 കൂടെ 1/2 ഏക്കറിലെ വള്ളിക്ക് തടമെടുത്തോ. പോകുമ്പോ ആ വയലിലെ വെള്ളം കൂടെ ഒന്ന് നോക്കണം.
പുതുതായി പണിക്ക് വന്നതാണല്ലേ? അതെ. എന്താ പേര്? ലക്ഷ്മി. എൻ്റെ പേര് മണി. എന്താ മണി, കഴുകി കഴിഞ്ഞില്ലേ? ആ സാർ, കഴിഞ്ഞു. ടിപ്പുനെ ഒന്ന് വിട്ടേക്ക്. ആ. കുറച്ച് കഴിഞ്ഞ് കൂട്ടി കേട്ടാ മറക്കണ്ട. ആ സാർ. ലക്ഷ്മിയുടെ വീട് എവിടെയാ? ചേരമ്പാടിയിലാ. എൻ്റെ വീട് മീനങ്ങാടിയിലാ. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോയിട്ട് വരും. ടൗണിൽ നിന്ന് എനിക്കെപ്പോഴും ബസ്സുണ്ട്. മണിക്ക് ഇവിടെ എന്താ പണി? എനിക്കിവിടെ പശുവിനെ കഴുകണം, പിന്നെ ജീപ്പ് കഴുകണം, നായിനെ കുളിപ്പിക്കണം, അത്ര തന്നെ. ലക്ഷ്മിക്ക് ഇവിടെ ഇഷ്ടമായോ? ഓ, എനിക്ക് നല്ല ഇഷ്ടായി. നല്ല സ്നേഹമുള്ള സാറ്. സാറിന്റെ കൊച്ചമ്മി നല്ല സ്നേഹമുള്ളവരാ. പിന്നെ എനിക്ക് കണ്ടുകൂടാത്ത ആ ശാന്തയെടുത്തിയ അതടക്കം എന്നോട് ചൂടാവും. അത് മണി വെറുതെ പറയാ. ശാന്തേച്ചിക്ക് എന്നെ നല്ല ഇഷ്ടമാണല്ലോ. അത് നീ പെൺകുട്ടി ആയതുകൊണ്ടാ. അയ്യോ, ടിപ്പുവിനെ കൂട്ടുകയറ്റാൻ മറന്നുപോയി. ചപ്പാത്തിയും കറിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. 8 മണിക്ക് തന്നെ വിളമ്പണം. അതിനു മുമ്പ് ചിലപ്പോൾ ഇടയ്ക്കൊരു ചായ വേണ്ടി വരും. വിളമ്പുന്നതിന് മുമ്പ് കറിയൊന്ന് ചൂടാക്കാൻ മറക്കണ്ട. നായ്ക്കുള്ള ചോറ് മണിയുടെ അടുത്ത് കൊടുത്താൽ മതി, അവനിട്ട് കൊടുത്തോളും. പിന്നെ സന്ധ്യ ആവുന്നതിന് മുമ്പ് കോഴികളെയൊക്കെ കൂട്ടിലാക്കി കൂടടയ്ക്കണം. കുറുക്കന്മാരുടെ ശല്യം ഇപ്പൊ കൂടുതലാ. ലക്ഷ്മി, നീ മുറി കിടന്നോ? ഞാനും ഈ മുറിയിൽ തന്നെയാ കിടക്കാറ്. കിടക്കുന്നതിന് മുമ്പ് അടുക്കള ഭാഗത്തെ വാതിൽ കുറ്റിയിടാൻ മറക്കരുത്. അപ്പൊ പറഞ്ഞൊന്നും മറക്കണ്ട. ഞാൻ പോയിട്ട് നാളെ വൈകുന്നേരം വരാം. പിന്നെ രാവിലെ നേരത്തെ തന്നെ എഴുന്നേക്കണം. സാറ് രാവിലെ കുറെ കസർത്തി ചെയ്യുന്നതാ. അത് കഴിഞ്ഞ ഒരു കാലിച്ചായ നിർബന്ധ. ഞാൻ 5 മണിക്ക് തന്നെ എഴുന്നേറ്റുള്ള ചേച്ചി. നിത്യപ്രകാശമായി ജീവിതവീഥിയിൽ സത്യവെളിച്ചം ചൊരിയണമേ. ഹൃത്തിലെ അന്ധത നീക്കിടുവാനായി നിൻ കൃപ തൂകേണമേ. ദേവാ, നിൻ കൃപ തൂകേണമേ. നിത്യപ്രകാശമായി ജീവിതവീഥിയിൽ സത്യവെളിച്ചം ചൊരിയണമേ. ഹൃത്തിലെ അന്ധത നീക്കിടുവാനായി നിൻ കൃപ തൂകേണമേ. ദേവാ, നിൻ കൃപ തൂകേണമേ. രക്ഷതൻ വഴികൾ അറിയാതെ ലോക
വിസ്മരവീതിയിൽ ഞാനലഞ്ഞു. അറിഞ്ഞില്ല ദൈവമേ അവിവേകിയാമെൻ്റെ അന്തരാത്മാവിൻ അവസ്ഥകളെ. അന്ത്യവിധി നാളിൻ നിമിഷങ്ങളെ നിത്യപ്രകാശമായി ജീവിതവീതിയിൽ സത്യവെളിച്ചം ചൊരിയണമേ. ഹൃത്തിലെ അന്ധത നീക്കിടുവാനായി നിൻ കൃപ തൂകേണമേ. ദേവാ നിൻ കൃപ തൂകേണമേ. സത്യവും ജീവനും മാർഗവുമാം നിന്നെ വിസ്മരിച്ചിത്ര നാൾ ഞാൻ നടന്നു. സത്യവും ജീവനും മാർഗവുമാം നിന്നെ വിസ്മരിച്ചിത്ര നാൾ ഞാൻ നടന്നു. അണയാത്ത ദീപമായെന്നകതാരിൽ നീ അലിവേറും സ്നേഹമായി വാണിടേണേ. അലിവേറും സ്നേഹമായി വാണിടേണേ. നിത്യപ്രകാശമായി ജീവിതവീതിയിൽ സത്യവെളിച്ചം ചൊരിയണമേ. ഹൃത്തിലെ അന്ധത നീക്കിടുവാനായി നിൻ കൃപ തൂകേണമേ. ദേവാ നിൻ കൃപ തൂകേണമേ. രമയുടെ ഡെലിവറി ഏത് ഡേറ്റിലായിട്ട് വരും? അടുത്ത ആഴ്ച മധ്യത്തിലുണ്ടാവും. കടിഞ്ഞൂലായതുകൊണ്ട് അവളുടെ വീട്ടുകാർ അവളെ നേരത്തെ കൊണ്ടുപോയി. സിറ്റിയിലാവുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുമല്ലോ. അനിയൻ വിമലിന്റെ സ്ഥിതിയോ? അവനിപ്പോ വിളിക്കാറില്ലേ? അവനിപ്പോ MSc ഫൈനൽ ഇയറാ. എന്തോ ലീവ് ഉള്ളത് കൊണ്ട് 2 ദിവസം കൊണ്ട് ഇവിടെ എത്തും. ആൻഡ്രൂ ചേട്ടൻ ഇന്ന് നല്ല ഫോമിലാണല്ലോ. അതങ്ങനെയാ. പട്ടയടിച്ച് പൂസായാൽ ആൻഡ്രൂ സേട്ടന് പാട്ട് പാടൽ നിർബന്ധമാണ്. പാടുന്നത് ടേപ്പ് റെക്കോർഡറാന്ന് മാത്രം. ഇതേ പാട്ട് പലതവണ പാടിക്കും. മുമ്പ് പാലാക്കാരിൽ നിന്ന് പഠിച്ചതാ. ആള് കൊള്ളാലോ. സാർ ഊണെടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ഇവിടെ ചൂടാക്കി ഇറച്ചിരിപ്പുണ്ട്. എന്നാ അത് കുറച്ചെടുത്തോളൂ. ആ ശരി. ഏതായി കുട്ടി? വീട് പണിക്ക് പുതിയതായിട്ട് വന്നതാ. ചേരമ്പാടിയിലുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞേച്ചാ. പേര് ലക്ഷ്മി. പണിയെടുക്കാൻ മേടിക്കുക. തള്ളിയും കുഞ്ഞും എത്തുമ്പോഴേക്കും അവരെ പരിചരിക്കാനായി മാത്രം നീ പുതിയ ആളെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ? ആ ലക്ഷ്മി, ഇത് ഡോക്ടർ സച്ചിൻ, എൻ്റെ അടുത്ത സുഹൃത്താ. ഞാനില്ലാത്തപ്പോൾ സാറ് വന്നാൽ വല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. നിനക്ക് ഊണ് ഇന്ന് ഇവിടുന്ന് കഴിക്കാം. എന്താ? വേണ്ട, ഇന്നിന് ഊണ് വേണ്ട. ലക്ഷ്മി, എനിക്കുള്ളത് മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് നീ കിടന്നോ. ശരി സാർ. നല്ല വിനയുള്ള കുട്ടിയാ. കണ്ടാലൊരു ഐശ്വര്യമൊക്കെയുണ്ട്. ആൻഡ്രൂ ചേട്ടൻ നല്ലോണം പാടൂലേ മണി? ഏയ് ആൻഡ്രൂ ചേട്ടൻ പാടുന്നൊന്നുമല്ല, ടേപ്പ് റെക്കോർഡിലുള്ള പാട്ടാണത്. അത് 2-3 തവണ പാടിപ്പിക്കും. മണിക്ക് പാട്ട് ഇഷ്ടല്ലേ? എനിക്ക് സിനിമ പാട്ടേ ഇഷ്ടമുള്ളൂ. ലക്ഷ്മിക്ക് പാടാൻ അറിയോ? അറിയാം, പക്ഷെ ഞാൻ അധികം മുളിപ്പാട്ടാ പാടാറ്. അതെന്താ? വല്ലവരും കേൾക്കുന്ന എനിക്ക് കുറവാ. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് പാട്ടിന് സമ്മാനവും കിട്ടിയിട്ടുണ്ട്. സ്കൂൾ പഠനം എന്താ നിർത്തിയത്? അച്ഛന് സുഖമില്ലാണ്ട് കിടപ്പിലായപ്പോ നോക്കാൻ ഞാൻ നിന്നു.
അമ്മയും ചേച്ചിമാരും പണിക്ക് പോവും. ഞാനല്ലാതെ വേറെ ആരാ പിന്നെ അച്ഛനെ നോക്കുക? കുറേശ്ശെ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് പേരും വെട്ടി. പിന്നെ പോയതുമില്ല. മണി എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 4ാം ക്ലാസ് നിർത്തിയതാ. നാരായണ മാഷ അടി പേടിച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല. ഡോക്ടർ സാറ് പോവാണ്. നേരം കുറേയായി. ലക്ഷ്മി പോയി കിടന്നോളൂ. ഹായ്, ഇത് കൊള്ളാലോ. ഇഡ്ലിയും ചട്നിയും. സത്യം പറയാലോ ലക്ഷ്മി, ഉണക്കപ്പൊട്ട് തിന്ന് തിന്ന് ഞാൻ മടുത്തു. ഇതെല്ലാം സാറിന് ഇഷ്ടാവോ എന്തോ? ഓ നന്നായിട്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് നല്ലൊരു സാമ്പാറും തോരനും ഉണ്ടാക്കണം. എന്താ അറിയില്ലേ? അറിയാം. അതുകൂടി ഉഷാറായാൽ ശാന്തേച്ചിയെ നമുക്ക് വേറെ സെക്ഷനിലേക്ക് മാറ്റാം. എന്താ? ഇന്ന് എങ്ങനെയുണ്ട് ആൻഡ്രൂ ചേട്ടാ നമ്മുടെ ലക്ഷ്മിയുടെ പ്രാതൽ? നന്നായിട്ടുണ്ട് കുഞ്ഞേ. ആൻഡ്രൂ ചേട്ടൻ ടൗണിൽ പോകുമ്പോഴേ ലക്ഷ്മിക്ക് 2 പാവാടയ്ക്കും ജമ്പറിനും ഉള്ള തുണി വാങ്ങണം, മറക്കണ്ട. ശരി കുഞ്ഞേ. എന്താ മണി കാര്യമായിട്ട് വായിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, നീ കാണണ്ട. വേഗം തന്നോ, ഇല്ലെങ്കിൽ ഞാൻ ശാന്തേച്ചിനോട് പറഞ്ഞു കൊടുക്കും. ലക്ഷ്മി, 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 ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? തെമ്മാടിത്തരം കാണിക്കാനാണോ നീയൊക്കെ ഇങ്ങോട്ട് വന്നത്? അതിന് വേറെ സ്ഥലമുണ്ടല്ലോ. ചീനാപ്പറങ്ങിന്റെ അത്ര ഇല്ലല്ലോ. മക്കളെ 2 സാറിങ്ങോട്ട് വരട്ടെ, 2 കെട്ടുകെട്ടിക്കും. ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ സാറിനോട് പറയുന്നില്ല. ഇനി ഇങ്ങനെ ഉണ്ടായാൽ ബാക്കി ഞാൻ പറയുന്നില്ല. പോടാ, പോയി പൈക്കള് വയലിലിറങ്ങുന്നുണ്ടോ നോക്ക്. ഇനി നിന്നെ ഇവളെ ഒരുമിച്ച് കണ്ടാൽ നിന്റെ കഴുത്ത് ഞാൻ ഇറക്കും. ആ, വേഗം വന്ന് കറിക്കൊള്ള തരികെ. ഞാൻ നിന്നെ നോക്കി നടക്കുമായിരുന്നു. എല്ലാരും കൊണ്ട് നല്ലത് പറയിച്ചിട്ടിപ്പോ എന്തിനാ ലക്ഷ്മി കുടവടയ്ക്കുന്നത്? ആൺകുട്ടികൾക്ക് ആരും പേടിക്കണ്ട. പെൺകുട്ടികളുടെ സ്ഥിതി അതല്ലല്ലോ. ഇലയ്ക്ക് തന്നെയാ കേട്. നീ എങ്ങനെയാ അസത്തിനൊപ്പം കൂടിയത്? മണി എന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയതാ ശാന്തേച്ചി. ആ, ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ ഇതാരും അറിയണ്ട. സൂക്ഷിച്ച് നിന്നാ നിനക്ക് തന്നെയാ നല്ലത്. ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ. ആരാ?
എന്ത് വേണം? ചേട്ടനല്ലേ? ആരെ? സാറോ? അതെ. നിങ്ങളാരാ? ഞാൻ ഇവിടുത്തെ ഒരാളാ, ശേഖരേട്ടന്റെ അനിയൻ വിമൽ. വിമലേട്ടാ, ചായ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലാവാത്തോണ്ടാ. ഏയ് അതൊന്നും സാറില്ല. ലക്ഷ്മിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും 2 ചേച്ചിമാരും. ആങ്ങളമാരില്ലേ? ഇല്ല. ചേട്ടാ, നമ്മുടെ പുതിയ പണിക്കാരി ലക്ഷ്മി നല്ല വിനയുള്ള കുട്ടിയാണ്. പാവപ്പെട്ട കുടുംബത്തിലേതാ, പണിയെടുക്കാൻ മെടിക്കുക. ചേട്ടാ, അവൾ എന്നെ വിളിച്ചെന്താണെന്ന് അറിയോ? ആ, എന്താ? വിമലേട്ടാന്ന്. ലക്ഷ്മി, ലക്ഷ്മി. തുറന്നോക്ക്. ഇതാർക്കാ? നിനക്ക് തന്നെ. കെട്ടി നോക്ക്, പാകമാണെന്ന്. ആൻഡ്രൂസേട്ടാ, ആൻഡ്രൂസേട്ടന്റെ കൂട്ടുകാരൻ കഞ്ചാവുണ്ണി കവിത തുടങ്ങിയല്ലോ. നീ വെറുതെ ഉണ്ണികൃഷ്ണനെ പഴി പറയണ്ട. അവൻ നല്ല ബുദ്ധിയും വിവരമുള്ളവനാ. പിന്നെ എന്തോ തലവിധി കൊണ്ട് ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. നിനക്ക് അവനോടുള്ള ദേഷ്യം തീർന്നില്ലേ? എന്താ ഇത്? ഇതുവരെ എൻ്റെ ഹൃദയം തുടിച്ചില്ല, ഇപ്പോൾ തുടിക്കുന്നു നിൻമുഖം കാണുമ്പോൾ. ഇപ്പോൾ തുടിക്കുന്നു നിൻമുഖം കാണുമ്പോൾ. ഇതുവരെ എൻ മനമൊന്നു പറന്നില്ല, ഇപ്പോൾ പറക്കുന്നു നിൻമൊഴി കേട്ടാൽ. ഇപ്പോൾ പറക്കുന്നു നിൻമൊഴി കേട്ടാൽ. ഇപ്പോൾ പറക്കുന്നു നിൻമൊഴി കേട്ടാൽ. ഇതുവരെ കണ്ട മുഖങ്ങൾക്കിടയിലും എന്തേ മറന്നില്ല ആ മുഖം മാത്രം. ഇതുവരെ കേട്ട മൊഴികൾക്കിടയിലും എന്തേ മുഴങ്ങുന്നു ആ മൊഴി മാത്രം. എന്തേ മുഴങ്ങുന്നു ആ മൊഴി മാത്രം. വാക്കു പിറക്കാത്ത നിമിഷങ്ങളിൽ നയനങ്ങളായിരം നാവുകളായി 1000 പൂക്കൾ വിടർന്ന പോലെ. ആ മുഖമെത്രയോ സുന്ദരമാ. കൂട്ടുകാരില്ലാതെ സൗഹൃദമില്ലാതെ ഞാൻ എത്ര കാലം അലഞ്ഞിരുന്നു. ഞാൻ എത്ര കാലം അലഞ്ഞിരുന്നു. കൂട്ടായി വന്നവർ സൗഹൃദം തന്നവർ സമ്പത്തു മാത്രം കവർന്നെടുത്തു. സമ്പത്തു മാത്രം കവർന്നെടുത്തു. സമ്പത്തു മാത്രം കവർന്നെടുത്തു. വീണ്ടും കാണുന്ന നേരത്തിനായി എണ്ണി നീക്കി ഓരോ രാവുകളും. പുലരിയെ വരവേൽക്കും ഹൃത്തടമോ മറ്റൊരു വരവിനായി കാത്തിരിപ്പു. ഇതുവരെ എൻ്റെ ഹൃദയം തുടിച്ചില്ല, ഇപ്പോൾ തുടിക്കുന്നു നിൻമുഖം
മുഖം കാണുമ്പോൾ ഇപ്പോൾ തുടിക്കുന്നു നിൻമുഖം കാണുമ്പോൾ ഇതുവരെ എൻ മനമൊന്നു പറന്നില്ല ഇപ്പോൾ പറക്കുന്നു നിൻമൊഴി കേട്ടാൽ ഇപ്പോൾ പറക്കുന്നു നിൻമൊഴി കേട്ടാൽ ഇപ്പോൾ പറക്കുന്നു നിൻമൊഴി കേട്ടാൽ. മോണി ആരെങ്കിലും കാണും. ആരും കാണും. ഇപ്പൊ കാട്ടുപന്നിയൊന്നും ഇറങ്ങാറില്ലേ ആൻഡ്രൂസ് ചേട്ടാ? കഴിഞ്ഞ ആഴ്ച വയലിലൊന്ന് ഇറങ്ങിയിരുന്നു, അതിനെ നായി ഓടിച്ചു. അങ്ങനെയൊക്കെ പോകുന്നിപ്പോ. പിന്നെ ശേഖരേട്ടൻ ഈ പണിക്കൊന്നും പോവാത്തത് കൊണ്ട് ഇതിപ്പോ ഒന്നിനെയും കിട്ടുന്നുമില്ല. നമുക്ക് നാളെയും കൂടി ഒന്ന് കറങ്ങിയാൽ ഇഷ്ടം പോലെ കിട്ടും. എന്നാ നമുക്ക് നാളെ ഒന്ന് മല കയറണം. നെൽസന് കാട്ടുപന്നിന്ന് വെച്ചാ ജീവനാ. ആണോ? അവൻ വരുമ്പോഴേക്ക് എന്തിനെങ്കിലും ഒന്ന് തട്ടണം. അത് നമുക്ക് റെഡിയാക്കാം. കിട്ടിയില്ലെങ്കിൽ നാണക്കേടാണേ. അവൻ കോളേജിൽ പോയി നാറ്റിക്കും എന്നെ. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നെൽസൺ വന്നിട്ട് നമുക്ക് കാര്യം പറയാം. നിക്ക് എന്തൊരു ശബ്ദം. നോക്കാം. മണി വേണ്ട വേണില്ലേ, ചേരേട്ടൻ്റെ അടുത്ത് നമുക്ക് കൊണ്ടുപോവാം. ചേരേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നടക്കട അങ്ങോട്ട്. എന്താ ചേട്ടാ, ഞാനും ആൻഡ്രൂസ് ചേട്ടനും കൂടി ഷിക്കാർ കഴിഞ്ഞ് വരുമ്പോ ഷിക്കാർ കഴിഞ്ഞ് വരുമ്പോ എന്തുണ്ടായി ഒന്ന് പറഞ്ഞു കൊടുക്ക ആൻഡ്രൂസ് ചേട്ടാ. ശേഖരൻ കുഞ്ഞെ, ഞങ്ങൾ ഷിക്കാർ കഴിഞ്ഞ് വരുമ്പോ ഇവര് രണ്ടുപേരും തോട്ടത്തിൽ. എടി, നീ ഈ കുടുംബത്തിന്റെ മാനം കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? ഞാൻ ചുള്ളു വെറുക്കാൻ പോയപ്പോ മണി എന്നെ പിടിച്ചു വലിച്ച്. നീ പെൺകുട്ടികളെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ആൻഡ്രൂസ് ചേട്ടാ, ഇവന്റെ കണക്ക് തീർത്ത് ഇവിടുന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കും. ഓരോരോ നാശങ്ങൾ. അന്നേ ഞാൻ പറഞ്ഞതല്ലേ ആ ചെക്കനുമായിട്ടുള്ള കൂട്ട് അപകടമാണെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ കാരണം മണിയുടെ പണിയും പോയി. അവന്റെ കുരുത്തക്കേടിന്റെ ഫലം അവൻ അനുഭവിച്ചത്. അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? ആ പോരെ പോരെ, അകത്ത് പണിയുണ്ട്. എന്താ നെൽസൺ നീ 2 ദിവസം താമസിച്ചത്? ഞാൻ കരുതി നീ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. വീട്ടിൽ ചെന്നപ്പോ അപ്പനൊരു പനി, അത് മാറിയിട്ട് പുറപ്പെടാന്ന് കരുതി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ മലനാട്? ഫെന്റാസ്റ്റിക് പ്ലേസ്. ബസ്സിലിരുന്ന് ഞാൻ ശരിക്കും ആസ്വദിച്ചു വരികയായിരുന്നു. ഈ വീടിന്റെ ലൊക്കാലിറ്റി ഗംഭീരം. സിനിമാക്കാര് കണ്ട ഇവിടുന്ന് മാറൂല. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നിന്റെ ചേട്ടനോടെ പോയി? ചേട്ടൻ ടൗണിൽ പോയതാ. ഷിക്കാറിന് പോയിട്ടൊന്നും കിട്ടിയില്ലേ? ഞാനാകെ ഒരു പ്രാവശ്യം പോയി, ഒരു കാട്ടുപന്നിയെ കിട്ടി. ഇനി നമുക്ക് ഒരുമിച്ച് പോവാം. അതാണല്ലോ നമ്മുടെ മുഖ്യ അജണ്ട. ഞാൻ 2 LG തിര കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ രാത്രി തണുപ്പ് കൂടുതലുണ്ടോ? ഏയ്, തണുപ്പൊക്കെ സഹിക്കാന്നേ ഉള്ളൂ. ഇന്ന് ഏതായാലും നീ വിശ്രമിക്കേ, നാളെ നമുക്ക് ഷിക്കാറിന് പോവാ. എന്താ? ഓ ആയിക്കോട്ടെ. നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്യ്, ഞാൻ ചായ എടുക്കാം.
ആ നീ ഇവിടെ നിൽക്കായിരുന്നു. നിന്റെ പുതിയ പണിക്കാരി കൊള്ളാലോ, ആളൊരു ചെറിയ സുന്ദരി കേട്ടോ. നെൽസ, എന്താ വിമലെ? അവളെ പറ്റി നീ ഈ രീതിയിൽ മേലിൽ സംസാരിക്കരുത്. എന്തു പറ്റി? ലക്ഷ്മി ഒരു പണിക്കാരിയായിട്ടല്ല ഞാനും ചേട്ടനും കാണുന്നത്. അവൾ ഞങ്ങൾക്കൊരു സഹോദരി പോലെയാണ്. നിനക്കറിയുമോ, ഞങ്ങൾക്കൊരു കൊച്ചു പെങ്ങളുണ്ടായിരുന്നു, മിനുകുട്ടി. ലക്ഷ്മിയെ കാണുമ്പോൾ അവളുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഐ ആം വെരി സോറി. ക്യാമ്പസ് രീതിയിൽ ഞാനൊരു ഡയലോഗ് ആച്ചിതാ, നീ തെറ്റിദ്ധരിക്കരുത്. സാരമില്ല, അത് പോട്ടെ. നീ വാ, ചായ കുടി. ഞാൻ ഇന്ന് വന്നത് എന്തായാലും നല്ല സമയത്താണ്. നിന്റെ ചേട്ടന് കുഞ്ഞു പിറക്കും, അതിന്റെ പേര് പാർട്ടി നടത്തും, അതിന്റെ പേര് നമ്മളിത് അവിടെ നിന്ന് സേവിക്കുന്നു. തുള്ളി വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ഈ മുടിഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ. നീ ഒന്ന് പോടാ. നിനക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? പോരാ, വീട്ടിലെത്തിയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. കോളേജ് തുറക്കുന്നതിന് മുമ്പ് അതെല്ലാം തീർക്കണം. എന്താ ലക്ഷ്മി ഇത്? കണ്ണിമാങ്ങ അച്ചാറ്. നല്ല സ്വയംഭം കണ്ണിമാങ്ങ അച്ചാറാ. ഇത് മതി ഒരു മുറം ചോറുണ്ണാൻ. ലക്ഷ്മി, ഒരു മിനിറ്റ്. ഇതാ വാങ്ങിച്ചോ, അവന്റെ ഒരു സന്തോഷത്തിനല്ലേ. വിമലേട്ടാ, തലയിൽ തേക്കുന്ന എണ്ണ എടുത്തു നോക്കണോ? വേണം, അതവിടെ കിട്ടൂല, സ്പെഷ്യൽ സാധന. വേഗം റെഡിയോ വിമല. ഇതാ വരുന്നു ശേഖരേട്ടാ. പുത്തരി കണ്ടത്തിൽ പൊന്നോണമായി പൂമ്പാട്ടു പാടുന്നേ പുത്തരി കണ്ടത്തിൽ പൊന്നോണമായി പൊന്നരി വാളിന്റെ തുമ്പത്തു കൊണ്ടൊരു പത്തര മാറ്റുള്ള കതിരു കൊയ്ത് പൊന്നരി വാളിന്റെ തുമ്പത്തു കൊണ്ടൊരു പത്തര മാറ്റുള്ള കതിരു കൊയ്ത് പുന്നല്ല കൊയ്യുമ്പോ പൂമ്പാട്ട് പാടുന്നേ പുത്തരി കണ്ടത്തിൽ പൊന്നോണമായി പാടണ്ട് നാടൻ പെണ്ണേ നീട്ടി കൊയ്യന്റെ കൊച്ചു പെണ്ണേ നീളത്തിൽ പാടണ്ട് നാടൻ പെണ്ണേ പുന്നല്ല കൊയ്യുമ്പോ പൂമ്പാട്ട് പാടുന്നേ പുത്തരി കണ്ടത്തിൽ പൊന്നോണമായി പൊന്നരി വാളിന്റെ തുമ്പത്തു കൊണ്ടൊരു പത്തര മാറ്റുള്ള കതിരു കൊയ്ത് വയലെല്ലാം കൊയ്തെടുത്തേ അഴകുള്ള വയലെല്ലാം കതിരണിഞ്ഞേ കതിരുള്ള വയലെല്ലാം കൊയ്തെടുത്തേ പുന്നല്ല കൊയ്യുമ്പോ പൂമ്പാട്ട് പാടുന്നേ പുത്തരി കണ്ടത്തിൽ പൊന്നോണമായി പുന്നല്ല കൊയ്യുമ്പോ പൂമ്പാട്ട് പാടും
പൊന്നരിവാളിന്റെ തുമ്പത്തു കൊണ്ടൊരു പത്തര മാറ്റുള്ള കതിരു കൊയ്ത് പൊന്നരിവാളിന്റെ തുമ്പത്തു കൊണ്ടൊരു പത്തര മാറ്റുള്ള കതിരു കൊയ്ത് പൊന്നരിവാളിന്റെ തുമ്പത്തു കൊണ്ടൊരു പത്തര മാറ്റുള്ള കതിരു കൊയ്ത്. എന്തു പറ്റി ലക്ഷ്മി? ഛർദിക്കുന്നുണ്ടല്ലോ. കൊറേ നേരായി ഓക്കാനും വരുന്നു. ഇപ്പൊ 2 പ്രാവശ്യമായി ഛർദിക്കണു. എന്താന്ന് അറിയില്ല. വയറിന് പറ്റാത്ത വല്ലതും കഴിച്ചോ നീ? ഇല്ല. കഴിഞ്ഞെങ്കിൽ വാ, അകത്തു പോയി കിടക്കാം. ലക്ഷ്മി എവിടെ? ആ, അവളെ മുകളിലത്തെ മുറിയിൽ കിടത്തി ഡ്രിപ്പ് കൊടുത്തോണ്ടിരിക്കുക. പെട്ടെന്നൊരു ഛർദിക്കും തലവേദനയ്ക്കും കാരണം എന്താ? കാര്യമായ വല്ല പ്രശ്നമുണ്ടോ? പറയൂ, എന്തു പറ്റി? ഷീസ് പ്രഗ്നന്റ്. തമാശ പറയാതെ കാര്യം പറ. തമാശയല്ല, കാര്യം തന്നെ. ലക്ഷ്മി ഗർഭിണിയാണ്. ലക്ഷ്മിക്ക് ആരെങ്കിലുമായി ബന്ധമുണ്ടായിരുന്നോ? ഐ മീൻ സെക്ഷൽ? ഉവ്വാ, വീട്ടിലുണ്ടായിരുന്ന പണിക്കാർ ചേർക്കൻ മണിയായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഒരു ദിവസം വിമലും ആൻഡ്രൂസേട്ടനും അവർ തമ്മിൽ തോട്ടത്തിൽ ബന്ധപ്പെടുന്നത് കണ്ട് എൻ്റെ അടുത്ത് പിടിച്ചു കൊണ്ടുവന്നിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അവൻ നിർബന്ധിച്ചിട്ടാണെന്നും മണി ബലം പ്രയോഗിച്ചെന്നും ലക്ഷ്മി പറഞ്ഞു. ചെറുക്കനെ ഞാൻ അന്ന് തന്നെ പറഞ്ഞു വിട്ടു. അവൻ തന്നെയായിരിക്കും കാരണക്കാരൻ. ഏതായാലും ലക്ഷ്മി കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ. രോഗം എന്താണെന്ന് അവൾ അറിയണ്ട. ഛേ, ആകെ പുലിവാലായല്ലോ. രമ കുഞ്ഞിനെയും കൊണ്ട് വരാനിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ. നീ സമാധാനായിരിക്കും. എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ഞാൻ നാളെ വരാം. ശരി, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഭക്ഷണമൊന്നും നീ കൊടുത്തേക്കണ്ട. അത്യാവശ്യത്തിനുള്ള ഡ്രസ്സ് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ഓക്കെ. കുഞ്ഞേ, ചായ അവിടെ വെച്ചേക്ക. ലക്ഷ്മിയെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അല്ലേ? എന്താ അവൾക്ക് അസുഖം? അത് എന്തു പറ്റി? ശാന്തേച്ചി, ലക്ഷ്മി ഗർഭിണിയാ. എന്റെ ഗുരുവായൂരപ്പ, ആ നശിച്ച ചെക്കൻ കാരണം ആ പെണ്ണിന്റെ ഭാവിയും കൂടെ തൊലഞ്ഞല്ലോ. ശേഖരൻ കുഞ്ഞ് എന്നോട് ക്ഷമിക്കണം. മണിയും ലക്ഷ്മിയും ഗോഡൌണിൽ വെച്ച് ബന്ധപ്പെടുന്നത് ഞാൻ നേരിൽ കണ്ടതാ. അവൾ വന്ന ഉടനെ ആയിരുന്നു അത്. സാറിനോട് പറഞ്ഞ് 2 എണ്ണത്തിനെ പണി തെറിപ്പിക്കുന്നു പറഞ്ഞപ്പോ
രണ്ടെണ്ണം കൂടി എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞു. പാവം വിചാരിച്ച് കുഞ്ഞിനോട് ഞാനിത് പറഞ്ഞതുമില്ല. എന്നോട് ക്ഷമിക്കണം. അത് സാരമില്ല. ഏതായാലും പുറത്താരും ഇത് അറിയണ്ട. എന്തിനാ ശേഖരൻ കുഞ്ഞെ വിളിച്ചത്? ശാന്തേച്ചി, മണിക്ക് ഇവിടുന്ന് പോകുമ്പോൾ എത്ര വയസ്സുണ്ടാവും? അവൻ വരുമ്പോ 16 പറഞ്ഞത്. 2 കൊല്ലത്തോളം ഇവിടെ നിന്നില്ലേ? അപ്പോ 18 വയസ്സല്ലേ? ആ, അത്ര ഉണ്ടാവും. എന്താ കുഞ്ഞെ? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ശാന്തേച്ചി പോയിക്കോളൂ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ആ വാ, ഞാൻ കാത്തിരിക്കുന്നു. ഇന്ന് വേണ്ട. നോ. എന്തായി റിസൾട്ട്? മണിയുമായി ഞാൻ സംസാരിച്ചു. അവർ തമ്മിൽ പൂർണ്ണമായൊരു ബന്ധമുണ്ടായിട്ടില്ല. ബാഹ്യലീലകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പൊ പിന്നെ വേറെ ആരാവും ഇതിന് കാരണം? വേറെ ആരോ അവളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏയ്, നീ എന്തായി പറയുന്നത്? അതിന് സാധ്യതയില്ലല്ലോ. അവളുടെ ഗർഭത്തിന്റെ വളർച്ച നോക്കിയപ്പോൾ കൃത്യമായ 95 ദിവസം. അതായത് ശേഖരൻകുട്ടിക്ക് കുഞ്ഞു പറഞ്ഞതിന്റെ പിറ്റേ ദിവസം. നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതിന്റെ അന്ന് ആരോ അവളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്നോ? അതാരായിരുന്നു? അതേ ശേഖരൻകുട്ടി. അന്ന് ആരോ അവളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നയത്തിൽ അവളോട് ചോദിക്കാം. നീ ടെൻഷൻ ആവാതെ. എനിക്ക് ഇതാകെ സങ്കീർണമാവുന്നല്ലോ സച്ചിൻ. ഡോൺ വറി, നമുക്ക് അന്വേഷിക്കാം. സാറിന്റെ ഭാര്യ പ്രസവിച്ചതിന്റെ പിറ്റേ ദിവസം ലക്ഷ്മി എത്ര മണിക്കാണ് കിടന്നത്? അന്ന് പണി കുറെ കൂടുതലുള്ളതുകൊണ്ട് കിടക്കാൻ നേരം വൈകി. സമയം എത്രയായെന്ന് ഓർമ്മയില്ല. അന്ന് രാത്രി ലക്ഷ്മിയുടെ മുറിയിൽ ആരെങ്കിലും വന്നോ? ഒന്ന് ഓർത്തു നോക്കിയേ. അന്ന് രാത്രിയില് പാതി മയക്കത്തിലും ഇരുട്ടിലുമായതിനാൽ അതാരാണെന്ന് അറിയാൻ അവൾക്ക് പറ്റിയില്ല. അപ്പൊ പിന്നെ അവള് വാതിലടച്ചിരുന്നില്ലേ? അന്ന് പിടിപ്പത് പണിയുള്ളതുകൊണ്ട് വാതിലടക്കാൻ മറന്നു കാണും. അന്ന് രാത്രി പുറത്തുനിന്ന് ഇവിടെ ആരും താമസിച്ചിരുന്നില്ല. വിമലും നെൽസനും അവരുടെ മുറിയിലും ആൻഡ്രൂ ചേട്ടൻ പുറത്ത് ഔട്ട് ഹൗസിലുമാണ്. സംഗതി ശരി തന്നെ. പക്ഷേ ഈ കാര്യത്തിൽ എല്ലാവരെയും സംശയിക്കേണ്ടിയിരിക്കും. നീ ഓരോരുത്തരെ ശരിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ സത്യം പുറത്തു വരും. ഞാൻ 3 പേരോടായി അന്വേഷിക്കാം. അതാരായിരുന്നാലും ഉത്തരവാദിയെ കണ്ടുപിടിക്കാതെ രക്ഷയില്ല. ശരി, ഞാൻ ഇറങ്ങുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആൻഡ്രൂ ചേട്ടാ, എന്താ ശേഖരൻ കുഞ്ഞെ? രമ പ്രസവിച്ചതിന്റെ പിറ്റേ ദിവസം പാതിരാത്രിയിൽ ആൻഡ്രൂ ചേട്ടൻ വീട്ടിൽ വന്നിരുന്ന? ഇല്ല കുഞ്ഞെ, കുഞ്ഞ് തന്ന ഫോണിന് പഠിച്ച് ഞാൻ നേരത്തെ പോയി കിടന്നു. ഞാൻ പിന്നെ ഉണരുന്നത് രാവിലെ.
ഒന്ന് ഓർത്തു നോക്കിയേ, ചിലപ്പോൾ ലഹരിയിൽ മറന്നു വന്നതാവും. ഇല്ല ശേഖരൻ കുഞ്ഞെ, ഞാൻ വന്നിട്ടില്ല. പാട്ടയടിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ പാട്ടും പാടി കിടന്നുറങ്ങുന്നു. അന്ന് കുഞ്ഞ് തന്ന ആ ഫോറിന് മേടിച്ച് ഞാൻ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. എന്താ ശേഖരൻ കുഞ്ഞെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ആൻഡ്രൂ ചേട്ടാ, ഡോക്ടറും മണിയും തമ്മിൽ സംസാരിച്ചപ്പോൾ ശരിക്കും അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. അന്ന് നമ്മൾ ആഘോഷിച്ച ദിവസം ആരോ ഒരാൾ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്മി പറഞ്ഞതാണ്. പക്ഷേ ഇരുട്ടിൽ അവൾക്ക് ആളെ മനസ്സിലായില്ല. അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ആൻഡ്രൂ ചേട്ടനോട് ചോദിച്ചത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം. പറയൂ, നിങ്ങളായിരുന്നില്ലേ അന്ന് ലക്ഷ്മിയുടെ മുറിയിൽ പോയിരുന്നത്? കുഞ്ഞിൻ്റെ കൂടെ ഏത് പള്ളിയിൽ വേണമെങ്കിലും ഞാൻ വന്ന് സത്യം ചെയ്യാം. ഞാൻ ഒരിക്കലും അവളെ ആ രീതിയിൽ കണ്ടിട്ടില്ല. അവളെനിക്ക് മകളെപ്പോലെയാണ്. സാരമില്ല, പോട്ടെ. ഞാനൊരു സത്യം അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. Hello, can I get Mr. Vimal Kumar? Yeah. MSc final year. Okay. ഹലോ, വിമലാണോ? ചേട്ടനാ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. പിന്നെ ചെറിയൊരു കാര്യം, നീ നെൽസനെയും കൂട്ടി നാളെ ഇവിടെ വരെ ഒന്ന് വരണം. അതൊക്കെ നാളെ വന്നിട്ട് പറയാം. പറ്റുകയാണെങ്കിൽ നാളെ തന്നെ തിരിക്കണം. ശരി. എന്താ ശേഖരേട്ടാ ചോദിക്കാണ്ടെന്നും പറഞ്ഞത്? കുറെ നേരമായല്ലോ ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ വന്നപ്പം തുടങ്ങിയതാ ഒരു മൂടിക്കെട്ട്. ആരോട് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്തു പറ്റിയേട്ടാ? എന്താ സംഭവിച്ചെവിടെ? വിമലെ, നമ്മുടെ ലക്ഷ്മി പ്രഗ്നൻ്റായി. ഹോസ്പിറ്റലിലാ. പ്രഗ്നൻ്റോ? അതെ, 3 മാസം. ആ മണിയുമായിട്ട് അവൾക്ക്? അല്ല, അവനുമായിട്ടുള്ള ബന്ധം കൊണ്ടല്ല ഇത് സംഭവിച്ചിട്ടുള്ളത്. മണിയും ലക്ഷ്മിയും തമ്മിൽ ശരിയായ രീതിയിൽ സെക്ഷുവൽ കോണ്ടാക്ട് നടന്നിട്ടില്ലെന്നാണ് ഡോക്ടർ സച്ചിൻ പറഞ്ഞത്. പിന്നെ ആരാ അതിന് ഉത്തരവാദി? അതെ, അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. അതാരായിരുന്നുവെന്ന്. രമ പ്രസവിച്ചതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലേ, അവളുമായിട്ട് അന്ന് ആരോ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ചേട്ടൻ അനിയനോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എനിക്ക് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അന്ന് രാത്രി നീ ലക്ഷ്മിയുടെ മുറിയിൽ പോയിരുന്നോ? ശേഖരേട്ടാ, നിനക്കൊരു തെറ്റ് പറ്റിയതാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം. സത്യം പറ, നീ അവളുടെ മുറിയിൽ പോയിരുന്നോ? ചേട്ടാ, ഞാൻ എൻ്റെ മിനിക്കുട്ടിയെ പോലെ കണ്ട അവളെ ഞാൻ. എന്നാലും ചേട്ടൻ എന്നോട് ഇങ്ങനെ ചോദിച്ചല്ലോ. കരയാതെ ചേട്ടൻ സത്യം അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചെന്നുള്ളൂ. അന്ന് രാത്രി ഞങ്ങൾ രണ്ടും നല്ല കിക്കിലായതിനാൽ വേഗം ഉറങ്ങിപ്പോയി. പിറ്റേന്ന് നേരം വൈകിയ എഴുന്നേറ്റത്. ഇടയ്ക്ക് നെൽസൺ രാത്രി വാതിൽ തുറന്ന് പുറത്തു പോയിരുന്നോ? ഇല്ല, അവൻ കിടന്നാൽ പിന്നെ പിറ്റേന്ന് എഴുന്നേൽക്കൂ. ടേക്ക് ഇറ്റ് ഈസി.
നിങ്ങളുടെ ഈ പ്രായത്തിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നെൽസൺ ഈ കാര്യത്തിൽ ഉത്തരവാദിയാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം. പറയൂ, അന്ന് രാത്രി നെൽസൺ ലക്ഷ്മിയുടെ മുറിയിൽ പോയിരുന്നോ? ഇല്ല ശേഖരേട്ടാ, ഞാൻ പോയിട്ടില്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എന്ന ഭയം വേണ്ട. അവളെയും കുഞ്ഞിനെയും സംരക്ഷിക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്തോളാം. എന്നാലും എനിക്ക് സത്യം അറിയണം, നെൽസനാണോ അതിൻ്റെ ഉത്തരവാദി? അല്ല ശേഖരേട്ടാ, ഞാനല്ല. ലക്ഷ്മി ആദ്യം കണ്ടപ്പോൾ വിമലിനോടൊരു കമൻറ്റ് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഉടനെ അവൻ എന്നോട് ദേഷ്യപ്പെട്ടു. താനും ചേട്ടനും അവളെ സഹോദരിയെപ്പോലെ കാണുന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. ഞാൻ അവനോട് ക്ഷമയും പറഞ്ഞു. പിന്നീട് ഒരിക്കലും ഞാൻ അവളെ ആ രീതിയിൽ കണ്ടിട്ടേയില്ല. നെൽസൺ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും വിശ്വസിക്കാം. ഇനി ശേഖരേട്ടൻ എന്നെ വിശ്വാസമാവുന്നില്ലെങ്കിൽ ഏതു തരത്തിലുള്ള പരീക്ഷണത്തിനും സത്യം ചെയ്യലിനും ഞാൻ ഒരുക്കമാണ്. എന്തായി ശേഖരൻകുട്ടി അന്വേഷണം? ഏയ് എന്ത് പറ്റി? എല്ലാവരോടും ചോദിച്ചില്ലേ? ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു. അവരാരും അവളുടെ മുറിയിൽ പോയിട്ടില്ല. വിമലിന് ലക്ഷ്മിയോട് സഹോദരിയോടുള്ള സ്നേഹം, ആൻഡ്രൂസേട്ടന് അവളോട് മകളോടുള്ള അടുപ്പം, നെൽസന് വാത്സല്യം. അന്ന് രാത്രി മദ്യത്തിൻ്റെ ലഹരിയിൽ എല്ലാവരും നേരത്തെ ഉറങ്ങുകയും ചെയ്തു. നീ ഓരോരുത്തരോടും ശരിക്കും ചോദിച്ചില്ലേ? ചോദിച്ചു, തിരിച്ചു മറിച്ചു, എല്ലാം ചോദിച്ചു. പക്ഷെ അവരാരും ലക്ഷ്മിയുടെ മുറിയിൽ പോയിട്ടില്ല. അവരാരും അത് ഞാനായിരുന്നു സച്ചിൻ. ശേഖരൻകുട്ടി, നീ എന്താണ് ഈ പറയുന്നത്? ഞാനായിരുന്നു അന്ന് ലക്ഷ്മിയുടെ മുറിയിൽ പോയത്. മദ്യപിച്ച് ലക്കിട്ടെ ഞാൻ കൂൾ ഡൗൺ ശേഖരൻകുട്ടി, കൂൾ ഡൗൺ. നീ ഒരിക്കലും അത് ചെയ്യില്ല. ഈ സമയത്ത് നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. കൂൾ ഡൗൺ. സാറേ, എന്റെ മോൾക്ക് ഈ ഗതികേട് വന്നല്ലോ. ഞാൻ എങ്ങനെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും? എന്റെ മക്കളോട് ഞാൻ എന്ത് സമാധാനം പറയും? കരയാതെ ഗൗരിയേച്ചി. ബാക്കി രണ്ടെണ്ണം പുറത്തറിഞ്ഞ് നിൽക്കുകയാ. അതിനിടയിൽ ഇവളും കൂടി ഇങ്ങനെ ആയാല് സാറൊന്ന് ആലോചിച്ച് നോക്ക് മക്കളുടെ ഭാവി. നിങ്ങൾ കരഞ്ഞിട്ടും ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധ കുറവുകൊണ്ട് അല്ല ഇത് സംഭവിച്ചത്. കുട്ടികളുടെ വിവരക്കേട് കൊണ്ട് പറ്റിയതാ. ഗൗരിയേച്ചി അകത്തേക്ക് ചെല്ലേ. ഗൗരിയേച്ചി ഒന്ന് നിർത്ത്. അവളെ ഉപദ്രവിച്ച് വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. നിങ്ങൾ വരൂ. കരയാതെ മോളെ, കരയണ്ട. ഇത് വെച്ചോളൂ. പ്രസവിക്കുന്നവരെ അവളെ എവിടേക്കും പണിക്ക് വിടണ്ട. ഇടയ്ക്ക് ഡോക്ടറുടെ അടുത്തെത്തി പരിശോധിപ്പിക്കണം.
ഇനിയും പണത്തിന് ആവശ്യം വന്നാൽ ഇവിടെ വരാൻ മറക്കരുത്. സാർ അവൾക്ക് ചെയ്യുന്ന ഈ ഉപകാരങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. അതൊന്നും സാരമില്ല. കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. അവൾക്കൊരു അബദ്ധം പറ്റിയതാ. ചെറിയ കുട്ടിയല്ലേ. ആ പിന്നെ സാധനങ്ങളൊന്നും എടുക്കാൻ മറക്കണ്ട. ശരി സാർ. ശാന്തിച്ച് ഞാൻ ആൻഡ്രൂ ചേട്ടാ, ഇവരെ ജീപ്പിലൊന്ന് ബസ് സ്റ്റോപ്പ് വരെ വിടണം. ശരി കുഞ്ഞെ. വേണ്ട സാറേ, വയൽ കടന്ന ബസ് സ്റ്റോപ്പിലേക്ക് എളുപ്പാ. ഞങ്ങൾ അങ്ങ് നടന്നു പോയിക്കോളാം. അമ്മ വരട്ടെ സാറേ. വാ. കുരുത്തം കെട്ടവളെ, ചിണുങ്ങാതെ വാടി ഇങ്ങോട്ട്.
നമ്മുടെ ലക്ഷ്മി ഈ വീട്ടിൽ നിന്ന് പോയി ഡോക്ടറെ. ഞങ്ങൾ കണ്ടു, അവർ വയലിലൂടെ നടന്നു പോകുന്നത് കണ്ടു. എന്താ ഇത്ര പെട്ടെന്ന് ഈ വരവിൻ്റെ ഉദ്ദേശം? ശേഖരേട്ടാ, എന്നോട് പൊറുക്കണം. എനിക്കൊരു അബദ്ധം പറ്റി, എനിക്ക് മാപ്പ് തരണം. ഞാൻ ശേഖരേട്ടനോട് നുണ പറഞ്ഞു. ശേഖരേട്ടൻ കുത്തി ചോദിച്ചിട്ടും ഞാൻ ആ നുണ ആവർത്തിച്ചു. അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത രാത്രിയിൽ ലക്ഷ്മിയുടെ മുറിയിൽ പോയത് ഞാനായിരുന്നു. രാത്രിയിൽ ഏതോ ഒരു യാമത്തിൽ ഒരു സ്വപ്നം കണ്ടുണർന്ന ഞാൻ ഗാഠനിദ്രയിൽ ആണ്ടുകിടക്കുന്ന വിമലിനെയാണ് കണ്ടത്. പെട്ടെന്ന് ലക്ഷ്മിയെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലെത്തി. തണുപ്പുള്ള രാത്രിയും മദ്യത്തിൻ്റെ ലഹരിയും എന്നെ ഉന്മത്തനാക്കി. ഞാൻ അറിയാതെ തന്നെ എൻ്റെ കാലുകൾ എന്നെ ലക്ഷ്മിയുടെ മുറിയിലെത്തിച്ചു. ഹോസ്റ്റലിൽ വെച്ച് വിമലിൻ്റെ സങ്കടം കണ്ടപ്പോൾ ശേഖരേട്ടൻ വിമലിനെ വിളിച്ച് ഉത്കണ്ഠകൾ പങ്കുവച്ചപ്പോൾ പതിയെ എനിക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങി. കുറ്റബോധം കൊണ്ട് ഞാൻ ഭ്രാന്തനായി പോകുമോ എന്ന് തോന്നിയ നിമിഷത്തിൽ ഡോക്ടറെ വിളിച്ച് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഈ യാത്രയിലെത്തിയത്. ശേഖരേട്ടൻ എന്നോട് ക്ഷമിക്കണം, എന്നോട് പുറത്ത് മാപ്പ് തരണം. ഞാൻ നിന്നോട് ക്ഷമിക്കാം, പൊറുക്കാം, നിനക്ക് മാപ്പും തരാം. പക്ഷേ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഒന്നും അറിയാത്ത ഒരു ദിവസം ലഭിച്ച ദുരന്തവുമായി ഉന്മാദിനെ പോലെയാണ് ലക്ഷ്മി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ പോക്ക് കണ്ട് എനിക്ക് സഹിക്കാനായില്ല. അതുകൊണ്ടാണ് ഞാനും അവരുടെ പുറകെ വന്നത്. ഈ ശേഖരേട്ടനും നിന്റെ കൂട്ടുകാരൻ വിമലിനും നഷ്ടപ്പെട്ടു പോയ ദൈവം ഞങ്ങളുടെ അടുത്തുനിന്ന് നേരത്തെ കൊണ്ടുപോയ ഒരു കുഞ്ഞനിയത്തി ഉണ്ടായിരുന്നു. ആ കുഞ്ഞനിയത്തി തന്നെയായിരുന്നു ഞങ്ങൾക്ക് ലക്ഷ്മി. ആ കുഞ്ഞനിയത്തിയെ നിലമെല്ലാ കയത്തിലേക്ക് തള്ളിയിട്ടില്ല നെൽസാ നീ. പുച്ഛം നിറഞ്ഞ നോട്ടവും പരിഹാസം പൊതിഞ്ഞ ചിരിയുമായി കാത്തു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് പറഞ്ഞയച്ചില്ല നീ. അവളുടെ ദുരിതം നിറഞ്ഞ ഭാവി ജീവിതം എൻ്റെ മനസ്സിൽ തിരമാല പോലെ അലയടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സഹിക്കാനാവുന്നില്ല നങ്സ. ശേഖരേട്ടൻ്റെ കുഞ്ഞനുജത്തെ നിലമില്ലാ കയത്തിലേക്ക് ഞാൻ തള്ളിയിടില്ല. പുച്ഛം നിറഞ്ഞ നോട്ടങ്ങൾക്കും പരിഹാസം പൊതിഞ്ഞ ചിരികൾക്കും ഞാൻ എറിഞ്ഞു കൊടുക്കില്ല. എൻ്റെ പഠനം കഴിഞ്ഞ് ഒരു ജോലിയാവട്ടെ. ഞാൻ അവളുടെ കഴുത്തിൽ ഒരു താലി ചാർത്തി അവളുടെ കൈ പിടിച്ച് എൻ്റെ ജീവിത സഖിയാക്കും. ഇതെൻ്റെ തീരുമാനമാണ്, ശരിയായ തീരുമാനം. എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളുമൊന്നും ഇക്കാര്യത്തിൽ എന്നെ പഴി പറയില്ല. കാരണം അവർക്കറിയാം ഞാനെടുക്കുന്ന തീരുമാനം ശരിയായിരിക്കുന്നു. സന്തോഷമായി, നന്ദിയുണ്ട്, 1000 നന്ദി, ഒരിക്കലും മറക്കാത്ത നന്ദി. പുത്തരി കണ്ടത്തിൽ പൊന്നോണമായി ഉന്നല്ലു കൊയ്യുമ്പോ പൂമ്പാട്ടു പാടുന്നേ പുത്തരി കണ്ടത്തിൽ പൊന്നോണമായി പൊന്നരി വാളിന്റെ തുമ്പത്തു കൊണ്ടൊരു പത്തര മാറ്റുള്ള കതിരു കൊയ്ത് പൊന്നരി